ഹലോ ഗായ്സ്, കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ണൂർ പോയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ അടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ചെറിയ ചെറിയ വ്ളോഗ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളോട് ഷെയർ ചെയ്യാന്ന് വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ വന്നത്. എൻ്റെ മനസ്സിലൊരു തെറ്റിദ്ധാരണയായിരുന്നു. ആ ഒരു തെറ്റിദ്ധാരണ ഈ ഒരു യാത്രയോടുകൂടി കംപ്ലീറ്റ്ലി തകിടം മറിഞ്ഞു ഗായ്സ്. ഞാൻ വിചാരിച്ചിരുന്ന കണ്ണൂർ ബേസിക്കലി നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റവും അധികം തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ ഏറ്റവും വലിയൊരു ശക്തി കേന്ദ്രമാണ് കണ്ണൂർ എന്നുള്ളൊരു ധാരണയായിരുന്നു എനിക്ക്. അവരുടെ ഒരു ചിന്താഗതി ബേസിക്കലി നിരീശ്വരവാദം ആയിരിക്കും എന്നായിരുന്നു എൻ്റെ ഒരു ധാരണ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കൊന്നും ക്ഷേത്ര കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല, ക്ഷേത്ര വിശ്വാസികളാവില്ല. അവർ ഈ പറഞ്ഞ പോലെ നിരീശ്വരവാദികളായിട്ട് നടക്കുന്നുണ്ടാവും. ക്ഷേത്രങ്ങൾ ചെറുത് പേരിന് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ. പക്ഷെ അവിടുത്തെ അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ധാരണകളെല്ലാം നേരെ തകിടം മറിഞ്ഞു. അതെനിക്ക് ആകെ കൺഫ്യൂഷനുമായി. കാരണം ഇത്രയും നിരീശ്വരവാദികളായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ ഇത്രയും ആസ്തിക്യ ബോധമോ? അപ്പൊ കമ്മ്യൂണിസ്റ്റുകാര് നിരീശ്വരവാദികളല്ല എന്നുള്ളൊരു കൺക്ലൂഷനിലേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഈ ഒരു യാത്രയിലൂടെ. അത് നിങ്ങൾക്ക് തിരുത്താൻ വേണമെങ്കിൽ തളിപ്പറമ്പിലെ തന്നെ തൃച്ചംബരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, അതുപോലെ മാടായിക്കാവ്, പിന്നെ പറശ്ശിനിക്കടവ്, ഈ അമ്പലങ്ങളൊക്കെ എൻ്റെ ധാരണകൾ തന്നെ മാറ്റിമറിച്ചു ഗൈസ്. തൃശ്ശൂരുള്ള അമ്പലങ്ങളെക്കാൾ കൾച്ചറലി വളരെയധികം ഡൈവേഴ്സ് ആയിട്ടുള്ള അമ്പലങ്ങളാണ് ഈ പറഞ്ഞ അമ്പലങ്ങളെല്ലാം. അതിൽ തന്നെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ ആ ഒരു പൗരാണികത ആ കല്ലുകളിൽ തന്നെ ഉണ്ട് ഗൈസ്. ഹൈദരാലിയുടെ പടയോട്ടം, ടിപ്പുവിന്റെ പടയോട്ടം എന്നൊക്കെ പുസ്തകങ്ങൾ വായിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ അത് നേരിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു. ആ ക്ഷേത്രത്തിന്റെ ഗോപുരം തകർന്നു കിടക്കുന്ന ആ ഒരു കാഴ്ച. അമ്പലങ്ങൾ പുറമേ നിന്ന് ആ ഒരു ജീർണാവസ്ഥയുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ഉള്ളിൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു ട്രഡീഷണൽ ഹൈ ഉണ്ടല്ലോ, ആ ഒരു സ്പിരിറ്റ് ഭയങ്കരമാണ്. കണ്ണൂർക്കാർ ഭയങ്കര ഈശ്വരവിശ്വാസികളാണെന്ന് എനിക്ക് മനസ്സിലായി. അവിടെ എങ്ങനെയാണ് ഈ ഒരു വൈരുദ്ധ്യം ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കമ്മ്യൂണിസവും ഈശ്വരവിശ്വാസവും എങ്ങനെയാണ് ഇത്രത്തോളം ആഴത്തിൽ വേരൂന്നി നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. ഒരു കാര്യം ഞാൻ പറയാം, ഇതിന്റെ പേരിൽ താഴെ വീണ്ടും മറ്റേ നന്ദഗോവിന്ദം ഭജൻസിന്റെ കാര്യം ഇട്ട പോലെ വീണ്ടും വന്ന് ആരും മെഴുകാൻ നിൽക്കണ്ട. എൻ്റെ ഒരു ജെന്യുവൻ ആയിട്ടുള്ളൊരു കൺഫ്യൂഷനാണ് ഈ രണ്ട് വൈരുദ്ധ്യങ്ങൾ എങ്ങനെയാണ് യോജിച്ചു പോവുക എന്നുള്ളത്. അത് ആർക്കെങ്കിലും അതിനെപ്പറ്റി പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം, അല്ലാണ്ട് എന്നെ തെറി വിളിച്ചിട്ട് കാര്യമില്ല. എന്നെ പോലെ തന്നെ പലർക്കും ഇത് ജെന്യുവൻ ആയിട്ട് തോന്നുന്നു. എന്റെ കൂടെ വന്ന പല ഫ്രണ്ട്സിനും ഈ കാര്യം ജെന്യുവൻ ആയിട്ട് തോന്നി. കണ്ണൂർക്കാരെന്ന് വെച്ചാൽ ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് പുറത്തുള്ള ജില്ലക്കാരെ സംബന്ധിച്ച് കമ്മ്യൂണിസം വളരെയധികം വേരൂന്നി നിൽക്കുന്ന, മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ പോലും കണ്ണൂർക്കാരനാണ്. അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ ഇത്രത്തോളം ആസ്തിക്യബോധമുള്ള ആൾക്കാർ, അതും ഇത്രയും സ്പിരിച്വൽ ഹൈ മെയിൻറ്റെയിൻ ചെയ്യുന്ന ടെമ്പിൾസ്, ട്രഡീഷണൽ ആൻഡ് ഏൻഷ്യന്റ് ആയിട്ടുള്ള ഒരു ആംബിയൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ടെമ്പിൾസ്, എനിക്ക് രാജരാജേശ്വര ക്ഷേത്രത്തിൽ നിന്നും തൃച്ചംബരത്തെ അമ്പലത്തിൽ നിന്നും കിട്ടിയ ആ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ എന്നെ പിടിച്ച് ഉലച്ചു. സത്യം പറഞ്ഞ ഞാൻ ശരിക്കും ഫാനായിട്ടോ, കണ്ണൂരിലെ അമ്പലങ്ങളുടെ ഫാനായി. യാത്രകൾ നമ്മുടെ കാഴ്ചപ്പാടുകളെയും ചിന്താഗതികളെയൊക്കെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. യാത്രകൾക്ക് അത്രയും ഒരു ശക്തിയുണ്ട്. അപ്പോൾ അടുത്ത വ്ലോഗിൽ മറ്റൊരു വിഷയമായി കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, സീ യു.